Hi guys, welcome to yet another new vlog of Walk with Sam. ഇന്ന് നമുക്കൊരു ഡേ ഔട്ട് വ്ലോഗാണ്. ലെറ്റ്സ് ഗോ ടു കൊച്ചി. Come on. സോ നമ്മൾ കൊച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീക്കും എങ്ങോട്ടെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പതിവാണ്. ലാസ്റ്റ് വീക്ക് തൃശ്ശൂർ പോയപ്പോഴുള്ള വ്ളോഗാണ് ഇതിന് മുന്നത്തെ നിങ്ങൾ കണ്ട വ്ളോഗ്. നമ്മളിപ്പോൾ ആക്ച്വലി ആലുവ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഫോർ ലഞ്ച്. കടവ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. അടിപൊളിയാണ് കേട്ടോ. സീ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ. ആൻഡ് വി ആർ ക്രോസിംഗ് ദി ആലുവ ബ്രിഡ്ജ്. സത്യം പറഞ്ഞാൽ മനസ്സിലുള്ള പാട്ട് ആലുവ പുഴയുടെ തീരത്ത്, ആ പാട്ടാണ്. ആൻഡ് കൊച്ചി എത്തി. മെട്രോ കാണാം. ഇറ്റ്സ് ഓൾവേസ് ഫൺ കൊച്ചി പോവുകയാണെങ്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും ഉണ്ടാവും കൊച്ചിയിലേക്ക് എപ്പോൾ വരുന്നുണ്ടെങ്കിലും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. കൊച്ചി പഴയ കൊച്ചി തന്നെയാണ് ഗായ്സ്, ഒരു മാറ്റവും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചിയിലൊരു റോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഫുൾ മരങ്ങളും നല്ല തണലാണ്. ആൻഡ് ഇത് മഹാരാജാസിൻ്റെയും ലോ കോളേജിൻ്റെയും അവിടുത്തെ ആ റോഡ് തന്നെയാണ്. ഓബിയസ്ലി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇറ്റ്സ് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ റോഡ്സ് ഔട്ട് ദെയർ. അടിപൊളി വൈബാണ്. നമ്മൾ ഫോർട്ട് കൊച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ട്രാവൽ ചെയ്യുന്നുണ്ട്, കുറേ യാത്രകൾ, കുറേ കറങ്ങിയിട്ടാണ് ലാസ്റ്റ് ഇവിടെ എത്തിയത്. അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി. റോഡ് സൈഡ് വെൻഡേഴ്സിനെ കാണാം. എപ്പോൾ വരുമ്പോഴും ഇവിടെ ഇങ്ങനെ ഫുൾ കടകൾ ഇതൊക്കെ. പക്ഷെ ഇപ്രാവശ്യം കുറവാണ്. കൊറോണയൊക്കെ കാരണം ക്ലോസ്ഡ് ആയിട്ടുള്ള ഷോപ്സൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. എല്ലാ ഷോപ്സൊന്നും തുറന്നിട്ടുമില്ല. മുന്നേ ഇത് കഴിഞ്ഞ വർഷമൊക്കെ വരുന്ന സമയത്തുണ്ടായിരുന്ന പോലെ ഒന്നും ആ ഒരു തിരക്കോ ആ ഒരു കടകളുടെ എണ്ണത്തിലും ഒക്കെ കുറവുണ്ട്. എന്നാലും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു രസമാണ്. വെറുതെ അതിൻ്റെ ഉള്ളിൽ പോവുക. 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കാണെന്ന് അതിൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നാലും എല്ലാ റൈഡ്സിലും കയറും. എന്നാലും വീട്ടിൽ അമ്മയുടെയും പപ്പയുടെയും കയ്യിൽ നിന്ന് ചീത്ത അതിൽ കയറിയിരുന്ന് അതിൽ കളിക്കുന്നതിന് എന്നാലും ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് ഫൺ അല്ലേ. ആൻഡ് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് സ്റ്റാറ്റസ് ഇടാത്ത ആൾക്കാർ കുറവായിരിക്കും കൊച്ചി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഫോർട്ട് കൊച്ചി ബീച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആർക്കും വെള്ളത്തിലിറങ്ങാൻ തീരെ താല്പര്യമില്ല കൂടെ വന്ന എൻ്റെ വീട്ടുകാർക്ക്. സോ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ബീച്ചിൻ്റെ അവിടേക്ക്. ഇവർ കുറച്ച് മാറി അവിടെ ഇരിക്കാനുള്ള സ്ഥലത്തൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ട് വീഡിയോ എടുത്തതും വെള്ളത്തിൽ കളിച്ചൊക്കെ. ഞാൻ മാത്രമാണ് വെള്ളത്തിൽ കാല് വെച്ചിട്ടുള്ള ഒരാൾ. നോട്ട് ലൈക്ക് ചന്ദ്രനിലെ കാല് കുത്തി ആദ്യത്തെ ആൾ ഞാനാ എന്നുള്ള പോലെയൊന്നുമല്ല. ബട്ട് സ്റ്റിൽ വീട്ടിൽ വേറെ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാത്രമേ കാല് നനച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാറിൽ തിരിച്ചു കയറുമ്പോൾ കുറേ ചീത്തയും കേട്ടു. ബിക്കോസ് ഐ വാസ് ഫുൾ ഓഫ് മഡ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഓൾവേസ് ബീൻ എ ബീച്ച് പേഴ്സൺ. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ബീച്ച് ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ട് ഇതിൽ? കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ബിക്കോസ് ബീച്ചസ് എന്ന് പറയുമ്പം ഒരു പ്രത്യേക ഫീലാണ്. അതും സൺസെറ്റിൻ്റെയൊക്കെ മുന്നേ അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയത്തൊക്കെ പോകണം. ആ കാറ്റും സൂര്യനിങ്ങനെ സൺസെറ്റ് ഇങ്ങനെ കാണാൻ മുന്നിൽ പ്രത്യേക രസമാണ്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന സൺസെറ്റിൻ്റെ ടൈമിലൊന്നുമല്ല, ഉച്ചയ്ക്ക് ശേഷമാണ്. ബട്ട് മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാറ്റായിരുന്നു. നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ആയിട്ട്. അതുമാത്രമല്ല, ഈ വീഡിയോ എടുത്തിട്ടുള്ള നെക്സ്റ്റ് മിനിറ്റിൽ മഴ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് വെള്ളത്തിൽ കുറച്ച് നേരം നിന്നു. കുറച്ച് നേരം കടലൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. സോ തിരിച്ചു പോകേണ്ടി വന്നു. ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ബേസിക്കലി എനിക്ക് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വി ആർ ആക്ച്വലി ഗോയിങ് ടു ജൂസ് സ്ട്രീറ്റ്. അവിടെ ജൂയിഷ് സിനഗോഗ് കാണാനാണ് പോണേ. ആദ്യം കുറച്ച് വഴിയൊക്കെ തെറ്റി വേറെ സൈഡിലേക്കൊക്കെ പോയി. പിന്നെ വീണ്ടും തിരിച്ചു വന്നതാണ്. ഗൂഗിൾ മാപ്സൊക്കെ നോക്കി, ഫുള്ള് ഗൂഗിൾ മാപ്സ് നോക്കിയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ യുനോ മാപ്സ് എപ്പോഴും ചതിക്കാറുണ്ട്. സോ എവിടേക്കൊക്കെയോ എത്തി. അങ്ങനെ ഫൈനലി നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു ഇങ്ങനെ എത്തി. ഫസ്റ്റ് ടൈമാണ് ജൂയിഷ് സിനഗോഗിലേക്ക് വരുന്നത്. ജൂയിഷ് സ്ട്രീറ്റിൽ മുന്നേ പോയിട്ടുണ്ട്, മറ്റേ ഡച്ച് പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്.
പക്ഷേ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഒബ്വിയസ്ലി ടുക്ക് സം പിക്ചേഴ്സ്. വേറെ എവിടെ പോയാലും ഏത് കാട്ടിൽ പോയാലും ഫസ്റ്റ് ചെയ്യുന്നതാണല്ലോ, ഫോട്ടോസ് എടുത്തു. ജൂയിഷ് സിനഗോഗിൻ്റെ അവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറാസ് അലൗഡ് അല്ല. സോ അതിൻ്റെ ഉള്ളിലത്തെ അങ്ങനെയൊന്നും എടുക്കാൻ ഒന്നും പറ്റിയില്ല. സോ ക്യാമറ എടുത്ത് വെച്ചിട്ട് പോന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു നമ്മൾ എസ്രയിലൊക്കെ കണ്ട ആ ഒരു പഴയ ജൂതൻ്റെ ആ ഒരു അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം പള്ളി. നെക്സ്റ്റ് മറൈൻ ഡ്രൈവിലേക്കാണ് പോയത്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് മറൈൻ ഡ്രൈവ് കണ്ടു, പക്ഷെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ അധികം നേരം സ്റ്റേ ചെയ്യാനൊന്നും പറ്റിയില്ല. ഷൂട്ടിംഗ് തീരെയും പറ്റിയില്ല, ബിക്കോസ് ഫുൾ മഴ ആയിരുന്നുകൊണ്ട് ഫോണൊന്നും പുറത്തേക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. ആൻഡ് ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബ്രോഡ്വേക്ക് പോലായിരുന്നു. ഓ മൈ ഗോഡ്, ഞാൻ വിചാരിച്ചു പുത്തമ്പള്ളി സ്ട്രീറ്റാണ് ഏറ്റവും വലിയ ക്രിസ്മസ് സ്ട്രീറ്റ് എന്നൊക്കെ. പക്ഷെ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ബ്രോഡ്വേ എന്ന് പറയണത്, പുത്തമ്പള്ളി സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു ഫുൾ ആക്റ്റീവായിട്ടുള്ള ക്രിസ്മസ് സ്ട്രീറ്റാണ്. പക്ഷെ ഇവിടെ ബ്രോഡ്വേയിൽ ക്രിസ്മസ് ടൈം ആകുമ്പോൾ അവർ ക്രിസ്മസ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു അടിപൊളി ഒരു സ്ട്രീറ്റ്, ഫുൾ ഒരു സൈഡ് ഫുൾ ക്രിസ്മസിൻ്റെ ഐറ്റംസാണ്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. ക്രിസ്മസ് ടൈമിലാണെന്ന് ഇങ്ങനെ ആവുന്നത്. ആൻഡ് ഷോപ്പിങ്ങിൻ്റെ പാരഡൈസ് ആട്ടോ. ഐ മീൻ ബാർഗെയിൻ ചെയ്തും അല്ലാണ്ടും വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് സാധനങ്ങൾ വാങ്ങാം. ആൻഡ് ക്വാളിറ്റിയിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല, നല്ല അടിപൊളി സാധനങ്ങളാണ്. ആൻഡ് എനിക്കാണെങ്കിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഫേവറേറ്റ് ടൈം ഓഫ് ദി ഇയർ ആണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ചെറിയ സ്റ്റാറെങ്കിലും കണ്ടാലും മതി, വല്ലാത്തൊരു ഫീലാണ്. സോ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ക്രിസ്മസിൻ്റെ ആ ഒരു അടിപൊളി ഫീല് കിട്ടിയപ്പോൾ ഫുൾ ചുറ്റി ബ്രോഡ്വേയിൽ കുറേ ടൈം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ കറങ്ങി, കുറേ സാധനങ്ങൾ മേടിച്ചു, കുറേ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സർപ്രൈസ് വീഡിയോ നെക്സ്റ്റ് വരുന്നുണ്ട്, അബൌട്ട് ദാറ്റ് ഷോപ്പിംഗ് ആൻഡ് സ്റ്റഫ്. അങ്ങനെ കുറേ അവിടെ കറങ്ങി, എന്താ പറയുക, വല്ലാണ്ട് സന്തോഷമായി. ബിക്കോസ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ്. പൊതുവെ കുറേ ഗേൾസൊക്കെ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഷോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല എന്നുള്ള പോലെയാണ്. വാസ് റിയലി ഹാപ്പി അവിടെ ചെന്നപ്പോൾ. കാരണം ഇങ്ങനെ സാധനങ്ങൾ ബാർഗെയിൻ ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് ബ്രോഡ്വേ. പിന്നെ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല വില കുറവിന് കിട്ടുകയും ചെയ്യും. ഓക്കെ. ആൻഡ് ചില ദിവസങ്ങളിൽ ചില സൺഡേസിൽ അവിടെ കട ഒഴിപ്പിക്കൽ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എക്സ്ട്രാ കുറേ റോഡ് സൈഡിലൊക്കെ ആണെങ്കിലും കുറേ പുതിയ സ്റ്റാളുകളൊക്കെ വന്നിട്ടുണ്ടാവും. അവിടെ അതിലേക്കാൾ ചീപ്പാണ് നോർമൽ ഉള്ളതിനേക്കാളും. അങ്ങനെ ബ്രോഡ്വേ ഫുള്ള് ഇറങ്ങി കുറേ സാധനങ്ങൾ വാങ്ങി. ക്രിസ്മസിന് കുറച്ച് സ്റ്റാറൊക്കെ വാങ്ങി. എല്ലാ കൊല്ലവും എടപ്പള്ളി പള്ളി കാണാൻ പോണൊരു ഏർപ്പാടുണ്ട് എല്ലാ ക്രിസ്മസിനും. യൂഷ്വലി പോകാറുള്ളത് 26th 27th ഒക്കെ ആയിട്ടാണ് ആഫ്റ്റർ ക്രിസ്മസ്. കാരണം ആഫ്റ്റർ ക്രിസ്മസ് അവിടെ പോയി കഴിയുമ്പോൾ ഫുൾ സ്റ്റാഴ്സും പുൽക്കൂടും, പിന്നെ അവിടെ ഓരോ യൂണിറ്റിൻ്റെയും പുൽക്കൂട് മത്സരങ്ങളൊക്കെ ഉണ്ട് എടപ്പള്ളി പള്ളിയിൽ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്രണ്ടിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ എല്ലാ കൊല്ലവും അവിടെ പോലൊരു പതിവാണ്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ പോയിന്ന് മാത്രം. ഞങ്ങൾ ചെന്നപ്പോൾ കുർബാനയുടെ ഒരു ടൈമായിരുന്നു, അതിൻ്റെ എൻഡിങ് ഒരു ടൈമായിരുന്നു. സോ ആശീർവാദം സ്വീകരിക്കാനും പറ്റി. അടിപൊളിയാണ് കേട്ടോ എടപ്പള്ളി പള്ളി. സീ സച്ച് എ ബ്യൂട്ടി. ഓബ്വിയസ്ലി എടപ്പള്ളി പള്ളി പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നുണ്ടാവുക തൊട്ടടുത്തുള്ള ലുലു മോളിലായിരിക്കും. അവിടെ ചെന്നു പതിവ് പോലെ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി, എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങി, എല്ലാ കടയിലും കയറി ഇറങ്ങി. ഷോപ്പൊന്നും ചെയ്യില്ലെങ്കിൽ പോലും എല്ലാം വലിച്ചിട്ടു. ആൻഡ് ഈ ഒരു സംഭവം അവിടുത്തെ ടോയ് ഷോപ്പിൽ കണ്ടത്. കുട്ടികളുടെ സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറ്. യു ക്യാൻ സീ ഷ്രെക്ക് ആൻഡ് ഫാമിലി, ആൻഡ് ഓൾസോ യു ക്യാൻ സീ മൈ ലിറ്റിൽ ബ്രദർ ആൻഡ് ഹിസ് ഫാമിലി. അവൻ്റെ എവല്യൂഷൻ സംഭവിച്ച അവൻ്റെ ഡൈനോസറും അവനും. ആൻഡ് യു ക്യാൻ ഓൾസോ സീ മീ, എവല്യൂഷൻ സംഭവിക്കാത്ത. യാ, അങ്ങനെ ലുലു മോളോടുകൂടി നമ്മുടെ യാത്ര കംപ്ലീറ്റ് ആയി. തിരിച്ച് ട്രാവൽ ബാക്ക്. പോകുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു നേരമായി വീടെത്തിയപ്പോൾ ഓൾമോസ്റ്റ് പാതിരാത്രിയായി. വാസ് റിയലി ഹാപ്പി. കാരണം കൈ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങി, സന്തോഷമായി. അങ്ങനെ